ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഒരു മാസത്തേക്ക് പഞ്ചാബിനോട് ബായ് പറഞ്ഞ് നാട്ടിലേക്ക് വരുന്നുണ്ടേ. ഓട്ടോയിൽ കയറിയ ഉടനെ പൊന്നൂട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. ഈ റോഡിൻ്റെ സൈഡിലൊക്കെ കാണുന്ന കാട് പിടിച്ചെടുക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇതെല്ലാം കഞ്ചാവാന്നേ. പഞ്ചാബിൽ എവിടെ നോക്കിയാലും കഞ്ചാവ് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത് കുറച്ച് നേരത്തെ ആയിരുന്നു. ട്രെയിനാണെങ്കിൽ പിന്നെയും ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ സമയം കിട്ടി. അങ്ങനെ ചായ കുടിച്ചും കാപ്പി കുടിച്ചെല്ലാം കുറേ സമയം കളഞ്ഞു. അങ്ങനെ അവിടെ കുറേ വെയിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ ട്രെയിൻ വന്നു. ഫസ്റ്റ് ട്രെയിൻ ഒരു ചേർക്കാറായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടി. എപ്പോഴും ഇരുത്തം തന്നെ ഇരുത്തം. ഞങ്ങൾ കയറിയ ഉടനെ തീറ്റയും കൂടിയെല്ലാം തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇവൻ്റെ സ്ലേറ്റെല്ലാം എടുത്തിരുന്ന് എഴുതാൻ തുടങ്ങി. ഇത് വെറുതെ വീഡിയോക്ക് വേണ്ടി പോസ് ചെയ്ത് കേട്ടോ. കുറച്ച് എഴുതും, എന്നിട്ട് അമ്മ ഇത് കാണിച്ചു തരുമോ, കുറച്ച് പിന്നെ എഴുതും, അമ്മ വീഡിയോ കാണിച്ചു തരുമോ, ഇത് തന്നെ സംഭവം. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബിസ്ക്കറ്റ് കഴിച്ച് ചായ കുടിച്ച്, ചായയല്ല കാപ്പിയായിരുന്നു. ഞാൻ സാധാരണ കാപ്പിയൊന്നും കുടിക്കില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, വലിയ കൊള്ളൂല. പിന്നെ അത് കഴിഞ്ഞ് ഡിന്നർ വന്നിട്ടുണ്ട്. ഇവനാണെങ്കിൽ ഡിന്നർ വന്ന ഉടനെ തൈരെടുക്കും. പിന്നെ ഞങ്ങൾ ഗോസ്റ്റ് ഹൗസ് സിനിമയെല്ലാം കണ്ടു. ഡിന്നർ കഴിക്കാൻ തുടങ്ങി. നോൺ വെജ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളിരുന്ന്. രാത്രി 11 മണിയെല്ലാം കഴിയുമ്പോൾ ഞങ്ങൾ ഡൽഹി എത്തി. അവിടുന്ന് ഇനി നിസാമുദ്ദീനിലേക്ക് പോകണം. സാധാരണ പട്ടാളക്കാർ വരുമ്പോൾ പെട്ടിയിൽ കുറച്ച് അധികം കുപ്പി ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് അകത്തിരിക്കാൻ പറ്റിയില്ല. ആ കൊടും തണുപ്പത്ത് പുറത്ത് തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. അങ്ങനെ രാവിലെ ട്രെയിൻ വന്നു. ഞങ്ങൾ കയറി കിടന്ന് ഒറ്റ ഉറക്കം ഉറങ്ങി. ഇനി രാവിലെ എണീക്കാം. കയറിയതും രാവിലെയാണ്. ഞങ്ങൾക്ക് 2 പേർക്കും അപ്പർ ബർത്തായിരുന്നു സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കുറച്ച് എളുപ്പമായിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ താഴെ ആണെങ്കിൽ ഇങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കും. മുകളിലാകുമ്പോൾ ഒരു സ്ഥലത്ത് തന്നെ അടങ്ങിയിരുന്നോളും. കുറച്ച് അധികം നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ പിള്ളേരെല്ലാം വേഗം എഴുന്നേക്കും. അങ്ങനെ നമ്മുടെ ഉറക്കവും പോവും. പിന്നെ പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ കുറേ കഥയും പറഞ്ഞിരുന്നു. പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് വന്നു. ലഞ്ച് കഴിച്ചു. ഇവനാണെങ്കിൽ ഇപ്പോഴും തൈര് മാത്രമേ കഴിക്കൂ. ഇത് കണ്ട, എല്ലാം കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് എക്സ്പയറി ഡേറ്റും അതിലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നിങ്ങളിങ്ങനെയാണോ? പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. പിന്നെ രാത്രി എണീറ്റ് രാത്രിയിൽ നോൺ വെജ് ഓർഡർ ചെയ്തേ, അത് കഴിച്ചു. നോൺ വെജ് പിന്നെയും വെജിനേക്കാളും കുറച്ചും കൂടി നല്ലതായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിറ്റേന്നാട്ടോ ഞങ്ങളിങ്ങനെ താഴെ ഇറങ്ങുന്നത്. ആദ്യത്തെ ദിവസം ഞങ്ങൾ ഫുള്ള് മുകളിലായിരുന്നു. ആകെ ടോയ്ലറ്റ് പോകാനോ അല്ലെങ്കിൽ കൈ കഴുകാനോ അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ ഞങ്ങൾ താഴെ ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ ഫുള്ള് മുകളിലായിരുന്നു. ഈ നോർത്ത് സൈഡ് വിടുമ്പോൾ തന്നെ കുറച്ചൊരാശ്വാസമാണ്, വേഗം നാട്ടിലെത്തുമല്ലോ എന്നിങ്ങനെ വിചാരിക്കും. പിന്നെ ഞങ്ങൾ ഗോവയിൽ ഇറങ്ങി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങി പിന്നെയും കയറി. ഗോവയൊക്കെ കഴിയുന്ന സമയത്ത് പിന്നെ ഭയങ്കര സന്തോഷമാണ്, പെട്ടെന്ന് എത്താലോ എന്നുള്ളൊരു വിചാരമാണേ. പിന്നെ സർപ്രൈസായിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഉടുപ്പി എത്തുമ്പോഴേക്കും ഞാനൊരു ഉറക്കോലം കഴിഞ്ഞ് എണീറ്റ്. അപ്പോഴത്തേക്ക് എനിക്ക് പപ്സ് കിട്ടി. അവിടെ പഞ്ചാബിൽ ഈ പപ്സൊന്നും കിട്ടില്ല. അതുകൊണ്ട് ഒരു ആശ്വാസം. പപ്സ് എല്ലാം കഴിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. അങ്ങനെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനെത്തി. ഞങ്ങളെല്ലാവരും ഉറങ്ങുകയും ചെയ്തു. പിന്നെ വീട്ടിലാരോടും പറയാത്തതുകൊണ്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചാന്നേ പോയത്. ഇത് കണ്ടോ, റെയിൽവേ സ്റ്റേഷനിൽ കുറേ വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു. അതൊന്നും ഇവന് വേണ്ട, ഇവന് ഈ തത്ത മാത്രം മതി. അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ വിട്ടു. വരുന്ന വഴിയിൽ നല്ല മീൻ കണ്ടു. അപ്പോൾ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതും വാങ്ങി പിന്നെ ഞങ്ങൾ പോയി. ഒരു 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ വീടെത്താറായി. എല്ലാവരെയും ഫസ്റ്റ് റിയാക്ഷൻ എടുക്കണം എന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെ കിട്ടിയിട്ടില്ല. ഇത് ഏട്ടത്തി കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഇത് അമ്മ പറഞ്ഞത് നല്ല കാര്യമായി, ചോറില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ അമ്മാമ്മ കിടക്കാൻ പോവായിരുന്നു. പിന്നെ ഇത് ഏട്ടൻ്റെ മോൻ ഉറക്കമായിരുന്നു. ഞങ്ങളെ കണ്ട് എണീറ്റിട്ടുണ്ട്. ആദ്യം 2 പേർക്കും ചെറിയൊരു മടി, പിന്നെ ഒന്ന് സെറ്റായി വരുന്നുണ്ട്. പൊന്നൂട്ടനാണെങ്കിൽ എല്ലാ സൈക്കിളിലും എല്ലാ കളിക്കേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് എല്ലാ സ്ഥലമെല്ലാം നോക്കി നിൽക്കുമായിരുന്നു. ഇത് ഏട്ടൻ്റെ മോള്, ഇവൾ ശരിക്കും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. ഏട്ടനോട് വന്ന കാര്യം പറയണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നേരത്തെ വിളിച്ചപ്പം അത് പറഞ്ഞുപോയി. പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന മീനെല്ലാം നന്നാക്കി, ഇനി അത് കറി വെച്ച് കഴിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ വിളിച്ച് വീഡിയോ കോളാക്കി സർപ്രൈസ് ചെയ്തു. അവർ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു, പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കാര്യം. അപ്പോൾ ശരി, എന്നാൽ ബായ്.